1831 ഒരു തണുത്ത സായാഹ്നം ഇംഗ്ലണ്ടിലെ പ്ലൈമൗത്ത് തുറമുഖത്ത് ഒരു കപ്പൽ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുന്നു. HMS ബീഗിൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ബൗദ്ധിക വിപ്ലവത്തിന് തിരികൊളുത്താൻ പോകുന്ന ഒരു യാത്ര. ആ കപ്പലിൽ പ്രായം 22 മാത്രം വരുന്ന പ്രകൃതിയോട് അടങ്ങാത്ത അഭിനിവേശമുള്ള യുവ ശാസ്ത്രാന്വേഷകനുണ്ടായിരുന്നു, ചാൾസ് റോബർട്ട് ഡാർവിൻ. അദ്ദേഹം അറിഞ്ഞില്ല 5 വർഷം നീണ്ട ഈ കടൽ യാത്ര പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സകല ധാരണകളെയും അപ്പാടെ മാറ്റിമറിക്കാൻ പോകുകയാണെന്ന്. പിന്നീട് അദ്ദേഹത്തെ നിരന്തരം അലട്ടിയ രോഗപീഠകളുടെ തുടക്കം പോലും ഈ ദുഷ്കരമായ യാത്രയിലായിരുന്നിരിക്കാം. ഡാർവിൻ ഒരു മതപുരോഹിതനാകാനാണ് പഠിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകൃതി അറിയാനുള്ള ഒരുതരം ദാഹമുണ്ടായിരുന്നു. ബീഗിളിലെ യാത്ര അദ്ദേഹത്തിന് ഒരു നിയോഗമായിരുന്നു. തെക്കേ അമേരിക്കയുടെ തീരങ്ങളിൽ നിന്ന് ആരംഭിച്ച് പസഫിക് സമുദ്രത്തിലേക്ക് നീണ്ട ആ യാത്ര അദ്ദേഹത്തിന് മുന്നിൽ പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. ബ്രസീലിലെ പച്ചപ്പണിഞ്ഞ മഴക്കാടുകളിൽ അവിടെ കണ്ട അസംഖ്യം വർണ്ണാഭമായ ഷഡ്പഥങ്ങളും അതിസമ്പന്നമായ സസ്യജാലങ്ങളും അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. അർജന്റീനയിലെ വിശാലമായ പുൽമേടുകളിലൂടെയുള്ള യാത്രയിൽ വമ്പൻ സസ്തിനികളുടെ ഫോസിലുകൾ കണ്ടെത്തി. ഇന്നത്തെ ജീവികളോട് സാമ്യമുള്ള എന്നാൽ ഭീമാകാരങ്ങളായ ആ രൂപങ്ങൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണകളെ അപ്പാടെ ഉലച്ചു കളഞ്ഞു. ചിലിയിലെ ആൻഡിസ് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ കടൽ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയത് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് നിഷേധിക്കാനാവാത്ത തെളിവായി. തീരാടൽ ഫ്യൂഗോയിലെ അതിശൈത്യമുള്ള മരുഭൂമിയിലും ജീവികൾ അതിജീവിക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ഈ നിരീക്ഷണങ്ങളെക്കാൾ എത്രയോ വലിയൊരു കണ്ടെത്തലിന് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദ്വീപുകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. പ്രകൃതിയുടെ രഹസ്യങ്ങളെ അഴിച്ചുവിടുന്ന താക്കോലുകൾ ഒളിപ്പിച്ച ദ്വീപുകൾ. 1835 സെപ്റ്റംബർ 15 ബീഗിൾ ലോക ഭൂപടത്തിലെ ഒരു ചെറിയ പൊട്ടുപോലെ കിടക്കുന്ന ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിൽ നങ്കൂരമിട്ടു. ഡാർവിൻ ആദ്യമായി കാലുകുത്തിയപ്പോൾ ഒരുതരം വിസ്മയം അദ്ദേഹത്തെ പൊതിഞ്ഞു. ഭൂമിയിൽ മറ്റെങ്ങും കാണാത്ത തരം ജീവികൾ, ഭീമാകാരന്മാരെ കടലാമകൾ, കറുത്ത പാറകളിൽ ഉഷ്ണസൂര്യന്റെ ചൂടേറ്റ് നിശ്ചലരെ ഇഴഞ്ഞു നീങ്ങുന്ന കടൽ ഇഗ്വാനകൾ, മരങ്ങളിൽ പാറി നടക്കുന്ന വിചിത്രമായ പക്ഷികൾ. ഈ ദ്വീപുകൾ ഒരു ജീവജാലങ്ങളുടെ നോവൽ പോലെയായിരുന്നു, ഓരോ അധ്യായവും ഓരോ ജീവവർഗം പോലെ. ഈ വൈവിധ്യം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മായാജാലം എന്ന പോലെ ആകർഷിച്ചു. എന്നാൽ ഡാർവിനെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഫിഞ്ച് എന്ന പേരുള്ള ചെറിയ പക്ഷികളായിരുന്നു. ഓരോ ദ്വീപിലും ഈ ഫിഞ്ചുകൾക്ക് പ്രകടമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു വർഗത്തിൽപ്പെട്ടവയാണെന്ന് തോന്നുമെങ്കിലും അവയുടെ ചുണ്ടുകൾക്ക് അല്ലെങ്കിൽ കൊക്കുകൾക്ക് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ചിലതിന് നീണ്ടതും നേരിയതുമായ കൊക്കുകൾ, ചിലതിന് തടിച്ചതും ഉറപ്പുള്ളതുമായ കൊക്കുകൾ, മറ്റു ചിലതിന് ഇടത്തരം കൊക്കുകൾ. ഡാർവിൻ തന്റെ ഡയറി കുറിപ്പുകളിൽ ആകാംക്ഷയോടെ കുറിച്ചു, ഇവയുടെ കൊക്കുകൾ എങ്ങനെ ഇത്ര വ്യത്യസ്തമാണ്? അങ്ങനെയെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. ഓരോ കൊക്കും ആ ദ്വീപിലെ ഭക്ഷണ രീതിക്ക് അനുയോജ്യമായിരുന്നു. കട്ടിയുള്ള വിത്തുകൾ പൊട്ടിക്കാൻ തടിച്ച കൊക്കുകൾ, പൂക്കളിലെ തേൻ കുടിക്കാൻ നീണ്ട കൊക്കുകൾ. പ്രകൃതിയുടെ ഒരുതരം സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പ് പോലെ. അതെന്താണെന്ന് ഡാർവിൻ അപ്പോൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഈ കൊക്കുകളുടെ വൈവിധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിത്തുപാകി. അതാണ് പിന്നീട് ഒരു മഹത്തായ സിദ്ധാന്തമായി മാറിയത്. ഫിഞ്ചുകൾ മാത്രമല്ല, ഗാലപ്പഗോസിലെ ഭീമാകാരന്മാരെ കടലാമകൾ ഡാർവിനെ അത്ഭുതപ്പെടുത്തി. ഓരോ ദ്വീപിലെയും കടലാമകൾക്ക് അവയുടെ പുറം തോടിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചിലതിന് താഴേക്ക് ഇറങ്ങിയ തോടുകൾ, ചിലതിന് മുന്നോട്ട് ഉയർന്ന തോടുകൾ. തോടുകളുടെ ഈ വ്യത്യാസം ഓരോ ദ്വീപിലെയും സസ്യജാലങ്ങളെ ആശ്രയിച്ചായിരുന്നു. ഉയർന്ന ചെടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴുത്തുയർത്താൻ സഹായിക്കുന്ന തോടുകൾ. ഈ നിരീക്ഷണങ്ങളെല്ലാം ഡാർവിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർത്തി. ഈ ജീവികൾ എങ്ങനെയാണ് രൂപം കൊണ്ടത്? അവയ്ക്ക് എന്ത് പറ്റി? ഡാർവിന് മുൻപ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ഉപയോഗം അപയോഗ തത്വം അഥവാ ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് പ്രകാരം പരിണാമം നടക്കുന്നു എന്ന് വാദിച്ചിരുന്നു. അതായത് ഒരു ജീവിക്ക് ജീവിതകാലത്ത് ലഭിക്കുന്ന സ്വഭാവ മാറ്റങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നുവെന്ന്. ഉദാഹരണത്തിന് ജിറാഫ് കഴുത്ത് നീട്ടി നീട്ടി അതിൻ്റെ കഴുത്ത് നീണ്ടുവെന്നും ആ സ്വഭാവം അടുത്ത തലമുറയ്ക്ക് ലഭിച്ചുവെന്നും ലാമാർക്ക് വിശ്വസിച്ചു. എന്നാൽ ഡാർവിൻ കണ്ടത് വ്യത്യസ്തമായൊരു യാഥാർത്ഥ്യമാണ്. കഴുത്തൽപ്പം നീണ്ട ജിറാഫുകൾക്ക് കൂടുതൽ ഭക്ഷണം ലഭിക്കുകയും അവ അതിജീവിക്കുകയും ചെയ്തു. ഡാർവിൻ നൽകിയത് തെളിവുകൾ കൊണ്ടുള്ള ഒരു പുതിയ ശാസ്ത്രീയ ചട്ടക്കൂടായിരുന്നു. യാത്ര കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ഡാർവിൻ ഗാലപ്പഗോസിൽ നിന്ന് ശേഖരിച്ച ഓരോ സാമ്പിളുകളും വീണ്ടും വീണ്ടും പഠിച്ചു. ഫിഞ്ചുകൾ, കടലാമകൾ, പക്ഷികൾ, സസ്യങ്ങൾ എല്ലാം ഓരോ നിരീക്ഷണവും അദ്ദേഹത്തെ ഒരു പുതിയ സിദ്ധാന്തത്തിലേക്ക് നയിച്ചു. ജീവികൾ ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല, അവയ്ക്ക് കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു വർഗത്തിൽ നിന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ജീവിത വർഗങ്ങൾ ഉണ്ടാകുന്നു.
ഇതിനെ അദ്ദേഹം പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിച്ചു. ഏറ്റവും അനുയോജ്യമായവ അതിജീവിക്കുന്നു, അല്ലാത്തവ ഇല്ലാതാകുന്നു. ഇത് പ്രകൃതിയുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ്. വർഷങ്ങളോളം തൻ്റെ ഈ സിദ്ധാന്തം പ്രസിദ്ധീകരിക്കാൻ ഡാർവിൻ മടിച്ചു നിന്നു. കാരണം അക്കാലത്തെ മതപരമായ വിശ്വാസങ്ങളുമായുള്ള സംഘർഷം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ ആൽഫ്രഡ് റസൽ വാലസ് എന്ന മറ്റൊരു യുവ ശാസ്ത്രാന്വേഷകൻ കിഴക്കൻ ദ്വീപുകളിൽ താൻ നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ പരിണാമത്തെക്കുറിച്ച് സമാനമായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ ഡാർവിന് തന്റെ കണ്ടെത്തലുകൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആത്മവിശ്വാസമുണ്ടായി. വാലസ് അയച്ച കത്ത് ഡാർവിന്റെ മനസ്സിന് തീ കൊളുത്തി. തന്റെ ദീർഘകാലത്തെ പഠനങ്ങൾക്കൊടുവിൽ ആ പ്രസിദ്ധീകരണത്തിന് സമയമായെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ 1859 ഡാർവിൻ തന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകം പുറത്തിറക്കി. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ദി പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റേസസ് ഇൻ ദി സ്ട്രഗിൾ ഫോർ ലൈഫ്. ഈ പുസ്തകം ലോകത്തെ ഞെട്ടിച്ചു. മതപരവും ശാസ്ത്രീയവുമായ സമൂഹങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ ഈ സിദ്ധാന്തം ചോദ്യം ചെയ്തു. ഡാർവിന്റെ പുസ്തകം വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചു. ഒരു ഭാഗത്ത് മതവിശ്വാസികൾ പരിണാമ സിദ്ധാന്തത്തെ ദൈവനിന്ദയെ കണ്ടപ്പോൾ, മറുഭാഗത്ത് ശാസ്ത്ര ലോകം ഇതിനെ പുതിയൊരു വെളിച്ചമായി, അറിവിന്റെ പുതിയൊരു വാതായനമായി സ്വീകരിച്ചു. വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഇത് വലിയ കോളിളക്കമുണ്ടാക്കി. തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ ആശയം ജീവശാസ്ത്രത്തിന്റെ ഗതി മാറ്റിമറിച്ചു. ഇത് കേവലം ഒരു പുസ്തകമായിരുന്നില്ല, അതൊരു പുതിയ യുഗപ്പിറവിയായിരുന്നു. ഡാർവിനിസവും ആധുനിക ശാസ്ത്രവും ഡാർവിന്റെ ഗാലപ്പഗോസിലെ നിരീക്ഷണങ്ങൾ കേവലം ചില കുറിപ്പുകൾ മാത്രമായിരുന്നില്ല, അത് ശാസ്ത്ര ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. തന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ ഡാർവിൻ ഫിഞ്ചുകളെയും ആമകളെയും മാത്രമല്ല മറ്റനേകം ജീവികളെയും സസ്യങ്ങളെയും ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പഠനങ്ങൾക്ക് വിഷയമായത് പ്രകൃതിയിലെ അസംഖ്യം ജീവവർഗങ്ങളിലെ സൂക്ഷ്മമായ വ്യതിയാനങ്ങളാണ്. ഉദാഹരണത്തിന്, മനുഷ്യൻ ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങൾ തിരഞ്ഞെടുത്ത് വിവിധയിനം പ്രാവുകളെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. മനുഷ്യന്റെ ഈ കൃത്രിമ തിരഞ്ഞെടുപ്പ് അഥവാ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ പ്രകൃതിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന പ്രകൃതി നിർദ്ധാരണം നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രതിഭാസത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെറും പക്ഷികളിൽ ഒതുങ്ങിയില്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. അതിസൂക്ഷ്മമായ ലോകത്തിലെ വണ്ടുകളിലെ വർണ്ണവൈവിധ്യവും സാധാരണ വീടുകളിൽ കാണുന്ന എലികൾ, നായ്ക്കൾ, പൂച്ചകൾ, കന്നുകാലികൾ, ആടുകൾ എന്നിങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളിലെ വൈവിധ്യവും അദ്ദേഹം ശ്രദ്ധിച്ചു. ഓരോ ജീവിവർഗവും എങ്ങനെ ചുറ്റുപാടുകളുമായി ഇഴചേർന്ന് മാറുന്നുവെന്ന് ഈ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചു. ഒറ്റപ്പെട്ട കുളങ്ങളിലും തടാകങ്ങളിലും കാണുന്ന ശുദ്ധജല മത്സ്യങ്ങൾ എങ്ങനെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് മാറുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴും ഡാർവിന്റെ നിരീക്ഷണ പാടവം തെളിഞ്ഞു. ബാർണക്കിൾസ് എന്ന ചെറിയ കടൽ ജീവി വർഗത്തെക്കുറിച്ച് അദ്ദേഹം 8 വർഷത്തോളം നടത്തിയ തീവ്രമായ പഠനങ്ങൾ അവയുടെ അതിസങ്കീർണമായ ജീവിത ചക്രവും വർഗീകരണവും പരിണാമപരമായ ബന്ധങ്ങളും വെളിപ്പെടുത്തി. മണ്ണിരകളെയും മൊളസ്കുകളെയും പോലുള്ള ലളിതമെന്ന് കരുതുന്ന ജീവികളിലും പോലും പരിണാമം നിരന്തരം സംഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഈ പഠനത്തിലൂടെ സമർത്ഥിച്ചു. സസ്യലോകവും ഡാർവിന് പഠനത്തിനുള്ള വലിയൊരു കളമൊരുക്കി. പയറുകൾ, കാബേജ്, മറ്റ് കൃഷിവിളകൾ എന്നിവയിലെ വൈവിധ്യം മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ സസ്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിന് തെളിവായി. ഓർക്കിഡുകളും അവയെ പരാഗണം ചെയ്യുന്ന ഷഡ്പദങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾ, കോ എവല്യൂഷൻ, പ്രകൃതിയിലെ ജീവജാലങ്ങൾ പരസ്പരം എങ്ങനെ സ്വാധീനിച്ച് പരിണമിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായി. ഈ ബഹുമുഖമായ സൂക്ഷ്മവും വിശാലവുമായ നിരീക്ഷണങ്ങളാണ് ഡാർവിന്റെ വിപ്ലവകരമായ പരിണാമ സിദ്ധാന്തത്തിന് ശക്തമായ അടിത്തറ പാകിയത്. അത് കേവലം ഒരു ആശയമായിരുന്നില്ല, മറിച്ച് പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിലൂടെയും ഭൂമിയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തെളിവുകളിലൂടെയും കെട്ടിപ്പടുത്ത ഒരു ശാസ്ത്രീയ സത്യമായിരുന്നു. ആധുനിക ജീവശാസ്ത്രത്തിന് അടിത്തറ പാകിയ നിമിഷം. ഡാർവിന് ജനിതകത്തെക്കുറിച്ച് അഥവാ ജെനറ്റിക്സ് അന്ന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഗ്രിഗർ മെന്റൽ മുന്നോട്ട് വെച്ച ജനിതക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കൂടുതൽ ശക്തമാക്കി. ഇന്ന് നിയോ ഡാർവിനിസം എന്നറിയപ്പെടുന്ന ഈ സംയോജിത സിദ്ധാന്തം ജീവികളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ സമ്പൂർണ്ണമാക്കി. ഇന്നും ഗാലപ്പഗോസ് ദ്വീപുകൾ പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു ജീവിക്കുന്ന ലബോറട്ടറിയാണ്. ഡാർവിൻ അന്ന് കണ്ട അതേ ഫിഞ്ചുകൾ, കടലാമകളും അവിടെയുണ്ട്. പ്രകൃതിയുടെ നിരന്തരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ദ്വീപുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്ന് ലോകം തിരിച്ചറിയുന്നു. നമ്മുടെ ലോകം എത്ര അകലെയാണെന്ന് നമുക്ക് തോന്നുന്ന ദ്വീപുകളിൽ നിന്ന് എത്ര സത്യമുള്ള പാഠങ്ങൾ നൽകുന്നു. ഡാർവിന്റെ ഈ അസാധാരണമായ യാത്രയും അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങളും മനുഷ്യരാശിയുടെ ബൗദ്ധിക യാത്രയിലെ ഒരു തിളക്കമുള്ള അധ്യായമാണ്. ഡാർവിൻ എന്ന മഹാനായ ജന്തുശാസ്ത്രജ്ഞനെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒന്നിക്കാം.